എല്ലാവർക്കും VR ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ വീഡിയോയിലെല്ലാം ചെയ്തത് ആംപ്ലിഫയേഴ്സ്, ഓഡിയോ ആംപ്ലിഫയേഴ്സിന്റെ വീഡിയോകളായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഇൻവേർട്ടർ, അതായത് തുച്ഛമായ നിരക്കിൽ ഒരു ഇൻവേർട്ടർ നമുക്ക് എങ്ങനെ അസംബിൾ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, എങ്കിലും എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരൂ. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കിനിയും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇതാണ്, അതായത് ഇൻവേർട്ടറിന്റെ മദർ ബോർഡ് ഇതാണ്, മെയിൻ ബോർഡ് ഇതാണ്. അപ്പം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അതായത് നമുക്ക് ഇതിന്റെ കണക്ഷൻസും കാര്യമൊക്കെ പറയാം. കണക്ഷൻ എളുപ്പമാണ്. ഓൾറെഡി അവർ മേടിച്ചപ്പോൾ തന്നെ ഓൾറെഡി വയർ 12 വോൾട്ടിന്റെ ഒരു വയർ ഓൾറെഡി ഉണ്ട്. അപ്പം പിന്നെ ഇതാണ് എൻ്റെ സ്വിച്ചാണ്, അത് സ്വിച്ചിങ് സെക്ഷനാണ്. അതായത് സ്വിച്ച് ചെയ്യുന്ന സ്വിച്ചിന്റെ കണക്ഷൻ ഔട്ട്പുട്ട് ആണ് വരുന്നത്. ഇത് 2 LED ആണ്. ഇതാണ് നമ്മുടെ മെയിൻ. ഒരു ഔട്ട്പുട്ടേ ഇതിന് നമുക്ക് ലഭിക്കത്തുള്ളൂ, അതായത് മെയിൻ AC ഔട്ട്പുട്ട് വരുന്നത് ഇതാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 2 മോസ്ഫെറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് K58E06N എന്ന് പറയുന്ന 2 മോസ്ഫെറ്റുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന, അതായത് ഈ ഒരു IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 പിന്നുള്ള ഒരു മോഡുലേഷൻ കൺട്രോളർ IC ആണിത്. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ കമ്പോണൻസ് എന്ന് പറയാനായിട്ട്. ഇത് ട്രാൻസ്ഫോമർ ആണ്, സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുക, ഈ ഒരു ക്യാബിനറ്റ്, ഈ ക്യാബിനറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് മേടിച്ചാണ്. നിങ്ങൾ ചിലരൊക്കെ ഇത് കണ്ടു കാണുന്നത് ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് 500 രൂപയ്ക്ക് അവൈലബിൾ ആയ ഒരു ക്യാബിനറ്റ് വിത്ത് ഇൻവേർട്ടർ ആണ്. അപ്പം ഇതിന്റെ ബോർഡ് ഫുള്ള് കംപ്ലൈന്റ് ആയി പോയതായിരുന്നു. എന്നിട്ട് അവൻ്റെ നിന്ന് മേടിച്ചാണ്. അപ്പം ഇതിന് ഏകദേശം കറക്റ്റ് സൂട്ടായിട്ടുള്ള ബോർഡ് തന്നെ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് സ്കൈടെക്കിന്റെ ഒരു ബോർഡാണ്. അപ്പം നമ്മൾ എന്താ പറയാ, അപ്പൊ നമുക്കിത് അസംബ്ലിങ് വീഡിയോ കിടക്കാം. അപ്പം ഈ ബോർഡ് നമുക്ക് ഒന്ന് ഇതിനകത്ത് ഇറക്കി ഷൂട്ട് ചെയ്യുക. എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഷൂട്ടാൻ പാടുണ്ടോ, ചെറിയൊരു ലെവൽ വ്യത്യാസമുണ്ട്. നമ്മളിത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുക. നമ്മുടെ ഇൻവേർട്ടറിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ജസ്റ്റ് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. അപ്പൊ ഞാനത് കറക്റ്റായിട്ടൊന്ന് എല്ലാം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് മെയിൻ ലൈൻ വരുന്നത്, ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഒരു 9 വോൾട്ടിന്റെ LED ബൾബാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് ഞാൻ അതിന് ബാറ്ററിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കൊടുത്തിരിക്കുന്നത് പറയാനായിട്ട്
ചെറിയൊരു എന്താ പറയുക ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാറ്ററി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എന്താ പറയുക ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. LED നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇപ്പം എന്താ പറയുക, നമ്മുടെ ഈ ഇൻവേർട്ടറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എഴുതിയിരിക്കുന്ന അതൊക്കെ ഇതിന് ബാധകമാണ്. അപ്പം അതായത് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ, അതായത് ട്രാൻസ്ഫോമർ ഉള്ള ഒരു സാധനം ഇതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. LED, അതുപോലെ ഇലക്ട്രിക് ചോക്ക് ട്യൂബ്, അതുപോലുള്ള സാധാരണ നമ്മൾ ഇപ്പോഴത്തെ കളർ TV ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. DVD, SMPS, മൊബൈൽ ചാർജർ SMPS ആണ്. അപ്പോൾ അതുപോലുള്ള ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ അതേപോലെ ട്രാൻസ്ഫോമർ ഉള്ള ഒരു സാധനം ഇതിൽ കൊടുക്കരുത് ദയവ് ചെയ്ത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസ്ഫോമർ അതായത് ഡാമേജ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. ദയവ് അങ്ങനെ കൊടുക്കരുത്. പിന്നെ ചിലരൊക്കെ അതായത് എന്താ പറയുക കാറിലോട്ട് DVD കണക്ട് ചെയ്തെടുക്കാം. DVD കുഴപ്പമില്ല, DVD SMPS ആണ് യൂസ് ചെയ്തത്. 110 to 240 വോൾട്ട് വരെ കണക്ട് ചെയ്യുന്ന DVDs ആണ് ഐബിലിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് DVD കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഇൻവേർട്ടർ കറക്റ്റ് ആയിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദയവ് ചെയ്ത് ഹോം തിയേറ്റർ ഒന്നും ഇതിൽ കൊണ്ട് കൊടുക്കാതിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഡാമേജ് ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ദയവ് അങ്ങനെ കൊടുക്കരുത്. അപ്പം അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ.